ഈ വർഷത്തെ ബഡ്ജറ്റ് നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കാരണം സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിച്ച് പെൻഷനായ ആയിരക്കണക്കിന് തൊഴിലാളികൾ അവർക്ക് കൊടുക്കുന്ന പെൻഷൻ വെറും 1500 രൂപയാണ്. ദീർഘകാലം അവർ കഷ്ടപ്പെട്ട് പെൻഷനായി ഇറങ്ങിയപ്പോൾ ഇന്ന് വരെയും 10 പൈസ അവർക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. ഈ 1500 രൂപയാണ് സാമൂഹ്യ ക്ഷേമ പെൻഷനായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഒരു 10 രൂപ ഇവർക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. എന്നാൽ ചിലർ പറയുന്നു നല്ല ബഡ്ജറ്റാണ്, ജനകീയമായുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നു. ക്ഷേമ പെൻഷൻ 1600 രൂപ കൊടുക്കുന്നു. ആ പെൻഷൻ പോലും 10 രൂപ വർദ്ധിപ്പിച്ചിട്ടില്ല. സർക്കാർ പറയുന്നുണ്ട് 2000 രൂപയാക്കി കൊടുക്കും എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഈ ബഡ്ജറ്റിൽ അവർക്കും 10 രൂപ കൂട്ടിക്കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ജനകീയ ബഡ്ജറ്റായിരുന്നോ എന്നൊരു സംശയം ജനങ്ങൾക്കുണ്ട്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ, ഈ പെൻഷൻ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കും? അവർക്ക് മരുന്ന് മേടിക്കാൻ പോലും അവർക്ക് കാശില്ല. 1500 രൂപ എന്ന് പറയുന്നത് മരുന്ന് വാങ്ങാൻ പോലും ഇല്ല. അപ്പം 10 രൂപ പോലും അവർക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. ക്ഷേമ പെൻഷൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, രോഗികളാണ് എല്ലാവരും, ജോലി ചെയ്യാൻ കഴിവില്ലാത്തവരാണ്, പ്രായമുള്ളവരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ 1600 രൂപ കൊടുക്കുന്നുണ്ട് സർക്കാർ. നല്ല കാര്യമാണ്. പക്ഷെ അതിന് ഒരു വർധനവ് ഈ ബഡ്ജറ്റിൽ ഇല്ല. അപ്പോൾ ഈ സാധാരണ പാവപ്പെട്ടവനെ മറന്നുപോയോ എന്നറിയത്തില്ല. ഈ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ്റാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ടവന് ഒരു പ്രയോജനവുമില്ലാത്ത ബഡ്ജറ്റ് രാജഗോപാൽ മന്ത്രി അവതരിപ്പിച്ചു. ഇനി അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ അവർക്ക് ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരു ജനകീയ ബഡ്ജറ്റാണെന്ന് പറയുവാൻ കഴിയില്ല. പാവപ്പെട്ടവന് അവനേക ആശ്രയം ഈ പറയുന്ന 1600 1500 രൂപയാണ് അവൻ്റെ ഒരു വരുമാനം. അത് അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും അതുകൊണ്ട് സാധിക്കത്തില്ല. അപ്പം മറ്റുള്ളവർക്ക് വർധനവുണ്ടാക്കിയപ്പോൾ, പെൻഷനും ശമ്പള വർധനമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇവർക്കും കൂടി കൊടുക്കേണ്ടതല്ലേ എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കാശ് കൂട്ടി. അത് ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അപ്പം ജനത്തിന് പ്രയോജനമുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കയ്യടി നേടണമായിരുന്നു. അപ്പോൾ ഈ ബഡ്ജറ്റിനെ നമുക്ക്
നല്ലതാണെന്ന് പറയാൻ പറ്റുകയില്ല. കാര്യം ഇങ്ങനെയാണ്. ജീവിതകാലം ഒരു നല്ലൊരു ശതമാനം അവർ വേല ചെയ്ത് അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഈ 1500 രൂപ. സർക്കാരൊന്ന് കണ്ണു തുറക്കണം. ഈ 1500 രൂപയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റുമോ എന്നൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു. സർക്കാരിന് അങ്ങനൊരു കണ്ണ് തുറന്ന് അതിനെ കാണണമായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സത്യത്തിൽ നിരാശജനകമായ ഒരു ബഡ്ജറ്റാണ് ശ്രീ രാജഗോപാൽ സാർ അവതരിപ്പിച്ചത്. അതിൽ അവർക്ക് പ്രതിഷേധമുണ്ട്, പ്രതിഷേധിക്കുന്നു. ബൈ.